ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതിൻ്റെ ആലപ്പുഴ വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിനെ കുറച്ച് ക്ലിപ്സാണ് ഞാൻ ഫസ്റ്റ് ആഡ് ചെയ്തേക്കണേ ഈ വീഡിയോൻ്റെ. അപ്പോൾ ആരെങ്കിലും ഫസ്റ്റ് പാർട്ട് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ സെക്കൻഡ് പാർട്ട് കാണുക. അപ്പോൾ ഓക്കെ ഗായ്സ്, കണ്ടോ ഗൈസ്, പോകുന്നത് എൻ്റെ അമ്മ അവരുടെ ടീമാണ് ആ സ്പീഡ് ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ പോയി കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒടുക്കത്തെ മഴ നോക്ക് ഗൈസ്, മഴ നനഞ്ഞ് ചീഞ്ഞ ഗൈസ്. കണ്ടോ ഈ ഇവിടെ നിന്നോട്ടുള്ള പെട്ടെന്നാണ് ശ്രദ്ധിച്ചത്. ഭയങ്കര രസമുണ്ട് ഈ സീനറി കാണാനായിട്ട്. ആ ഒരു മരങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി തെങ്ങും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ അടുക്കി നിൽക്കുന്നതും പിന്നെ അതിൻ്റെ ഇടയിൽ ആ ഒരു വീട് പോലത്തെ ഒരു സംഭവം, വീടല്ല ഒരു ഇതുപോലത്തെ ഒരു സംഭവം വന്നിട്ട് അതൊക്കെ ആയിട്ട് നല്ല ആ ഒരു ടോട്ടൽ. പിന്നെ മഴയും വീഡിയോയിൽ ആ ഒരു അത്രയ്ക്ക് ഒരു നേരിട്ട് കാണുന്നുണ്ടെങ്കിലും ആ ഓവറോൾ അത് കാണാനൊക്കെ നല്ല രസമില്ലേ. അങ്ങനപ്പോൾ എല്ലാവരും വിളിച്ചിങ്ങനെ കാണിക്കുമായിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടമായി, രസമുണ്ട് നോക്കിയിരിക്കും ഗൈസ്. അങ്ങനെ ഒരു റൗണ്ടൊക്കെ കഴിഞ്ഞാൽ അമ്മ പോയ ബോട്ട് എത്തി. അപ്പോൾ നമ്മളപ്പോൾ അവർക്ക് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് വിടുകയാണ്. അവർ റൗണ്ട് കൂടി കഴിഞ്ഞ് വരും ഗൈസ്. അപ്പോൾ നമ്മൾ സ്പീഡ് ബോട്ടിൽ പോകാൻ പോകണം ഗൈസ്. നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മൾ 7 പേരുണ്ട് പോകാനായിട്ട്. മഴയൊക്കെ മാറി അപ്പോൾ നമ്മൾ സ്പീഡ് ബോട്ടിൽ പോകാൻ പോകണം. ചെറിയൊരു പേടിയുണ്ട്, എന്നാലും നമുക്ക് അഡ്വെഞ്ചറസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളെല്ലാവരും പോകാൻ പോകണം. അപ്പോൾ നമുക്ക് പോയിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ ജാക്കറ്റ്സ് ഇടാൻ പോകണം. ഇവരൊക്കെ ജാക്കറ്റ്സ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ബോട്ടിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. കയറി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല വീഡിയോ, സോ ഞാനിപ്പോൾ എടുത്തതാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ കാണാം. എൻ്റെ അമ്മയ്ക്ക് കുളിച്ച് നനഞ്ഞ് ചീഞ്ഞു വന്നിട്ടുണ്ട് ഗൈസ്. ഗൈസ്, അപ്പോൾ ആകെ 7 പേരാണ് നമുക്ക് സ്പീഡ് ബോട്ടിൽ പോകാൻ പറ്റുക. ചേട്ടൻ കൂടാണ്ട്. അപ്പം നമ്മൾ ആകെ 3 പേരുണ്ടായിരുന്നുള്ളൂ നമ്മുടെ ആയപ്പോഴേക്കും. പക്ഷെ നമ്മൾ 3 പേര് നമ്മളെത്തി ഗൈസ്. അപ്പോൾ എൻ്റെ നല്ല പട്ടിക്കോലമാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. എന്നാലും ചീഞ്ഞിരിക്കുന്നത് ഞാൻ തന്നെയാണ് ഗൈസ്, ഞാൻ തന്നെയാണ്, വേറെ ഒന്നുമല്ല. എൻ്റെ കോലം കുറച്ച് മാറിയെന്ന് മാത്രം. അപ്പോൾ നനഞ്ഞ് ചീഞ്ഞ് നല്ല രസമുണ്ട്. ഫുൾ നനഞ്ഞ് ഗൈസ്, ഫുൾ നനഞ്ഞു. ഡ്രസ്സ് ഫുൾ നനഞ്ഞു, ഒരു രക്ഷയില്ല. പക്ഷെ അത് എക്സ്പീരിയൻസ് ഒരു രക്ഷയില്ല. ഈ സ്പീഡ് ബോട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്തുണ്ടല്ലോ, ബോട്ട് ഇങ്ങനെ വളയ്ക്കും. ഓ എൻ്റെ മോനെ, ആദ്യം ഒന്ന് ജസ്റ്റ് വെള്ളത്തിലിപ്പോൾ വീണെന്ന് വിചാരിച്ച്, ഫോൺ പോയിന്ന് വിചാരിച്ച്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല, ഫോണും പോയില്ല, വെള്ളത്തിലും വീണില്ല. നല്ല രസമുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇപ്പം ഞങ്ങൾ ഫുൾ മുടിയൊന്നും തുടച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ഫുഡായി എന്ന് പറഞ്ഞു. വേഗം വന്നില്ലെങ്കിൽ മീനൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് പെട്ടെന്ന് ഓടി വന്നതാണ് ഗൈസ്. അപ്പോൾ അങ്ങനെയൊക്കെ അയ്യോ നല്ല രസമുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു ഗൈസ്. ഗൈസ് ലെങ്സൊക്കെ വെള്ളമായിട്ട് ക്ലിയർ അല്ല, നിങ്ങളിതൊന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഫുഡാണ് ഗൈസ്, ഫുഡ് ഗൈസ്. ചോറും സാമ്പാറും എലിക്കോറ്റിയും സാലഡും പിന്നെ നമ്മുടെ കായലും. ആഹാ അന്തസ്. ഗൈസ്, അപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. ബിക്കോസ് വീഡിയോ പിടിച്ചിട്ട് ഫുഡും പിടിച്ചിട്ട് കഴിക്കാനായിട്ട് പറ്റില്ല. സോ മര്യാദയ്ക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഫോൺ മാറ്റി വയ്ക്കണം. സോ ഫുഡ് കഴിച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനപ്പോൾ നനഞ്ഞ് കുളിച്ചിട്ട് മുടിയൊക്കെ ഉണക്കാൻ വേണ്ടി ഇട്ടേക്കായിരുന്നു. പക്ഷേ ഉണങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാം. ഇവിടെ എല്ലാവരും താഴെ വന്നിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട്. നല്ല രസമുണ്ട് ഗൈസ്. എന്താ പറയുക, ഒരു നല്ല രസം, നല്ല കാറ്റുണ്ട്. ഞാൻ അവിടുത്തെ വ്യൂ ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ ബോട്ടിൻ്റെ ഉള്ളിലാണ് ഞാൻ. ഇപ്പോഴും നനഞ്ഞ് ചീഞ്ഞിരിക്കുകയാണ്, ഡ്രസ്സൊക്കെ ഉണങ്ങിയിട്ടില്ല. പക്ഷെ നല്ല രസമുണ്ട്. കാണിച്ചു തരാം കേട്ടോ, ഒരു മിനിറ്റ്. കേട്ടോ ഗൈസ്, അതിവിശാലമായ കായൽ. അതെൻ്റെ അനീതിയാണ് ഗൈസ്. എല്ലാവരും ഇവിടെ നിൽക്കുന്നു. ആ വെളിപ്പോ ഗൈസ്, ഇവിടെ കാറ്റുന്ന തോന്നണോ? മോളിൽ അടച്ചില്ല ആണോ? സുന്ദര സൗഭാഗ്യം പങ്കുവയ്ക്കുമ്പോൾ ഒഴുകി ഓടിയെത്തും കളകളഗീതം മുല്ലശ്ശേരി പാടത്തിൽ മദനൊത്തു താമരത്തണലിൽ ചുരസുന്ദര സൗഭാഗ്യം പങ്കു
പാട്ടുമേളമാണ് ഗൈസ്. അവൾക്കായി പാടുന്നൻ പ്രേമ സംഗീതം. ഇല്ലമ്മ. അവൾക്കായി പാടുന്ന പ്രേമ സംഗീതം. മൈ മദർ. അവൾക്കായി പാടുന്ന പ്രേമ. ഗൈസ് അപ്പോൾ നമ്മൾ എത്താറായി ഗൈസ്. നമ്മളപ്പോൾ തിരിച്ച് നമ്മൾ കയറിയ സ്ഥലത്ത് എത്താറായി. നമ്മൾ ആലപ്പുഴ അവിടെയാണല്ലോ കയറിയത്. അപ്പോൾ അവിടേക്കാണ് തിരിച്ചിപ്പോൾ പോവുകയാണ്. അപ്പോൾ അവിടെ പോയി ഇറങ്ങിയിട്ട് നമ്മൾ വണ്ടി കയറിയിട്ട് തിരിച്ച് നമ്മൾ വീട്ടിൽ പോകുന്ന വഴി ഫുഡ് കഴിക്കുമായിരിക്കും, അറിയില്ല. നമ്മളിപ്പോൾ ചായ കുടിച്ചു, പഴംപൊരി ചായ കുടിച്ചു. അതെനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ഞാൻ ചായ തട്ടിമറിക്കുകയൊക്കെ ചെയ്തു, അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എടുക്കണതിൻ്റെ ഇടയിലാണ് ചായ മറിഞ്ഞ് വീണത്. സോ അതെടുക്കാൻ പറ്റിയില്ല ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ ഇറങ്ങും. പ്രത്യേകിച്ചൊന്നുമില്ല. അതും കൂടി കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഇന്നത്തെ ട്രിപ്പ് കഴിഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഓക്കെ ഗൈസ്, സീ യു, ബൈ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനിയപ്പോൾ അവിടെ പോയിട്ട് ബാക്കി കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി ഗൈസ്. നമ്മളപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോണു. വണ്ടിയിൽ കയറി നമ്മൾ പോകും ഗൈസ്. ഇവിടെ നിന്നാണ് നമ്മൾ കയറിയത്. തിരിച്ചിവിടെ തന്നെ നമ്മളെത്തി. ദേ ഇവിടെ എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ ബോട്ടിലായിരുന്നു നമ്മുടെ ബോട്ട്. യെസ്, ടാറ്റ ആലപ്പുഴ, ബൈ ബൈ, സി യു, ബൈ, സി യു, ബൈ. ഇനി പിന്നെ പാക്കലാം. അപ്പോൾ ഞാൻ ആലപ്പുഴയോട് ഇവിടെ പറയുന്നു ഗൈസ്. ആലപ്പുഴ, ബൈ ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു ബീച്ചുണ്ട്. ബീച്ചിൻ്റെ പേരെന്ത് ബീച്ചായിരുന്നു മറന്നുപോയി. ഇത് ആലപ്പുഴ ബീച്ചാണോ? യാ, ആലപ്പുഴ ബീച്ചാണ്. പക്ഷെ അവിടെ എന്തൊരു പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, എന്താ അറിയാൻ പാടില്ല. ആലപ്പുഴ തന്നെയായിരിക്കും. അപ്പോൾ നമ്മളവിടെ ജസ്റ്റ് ബീച്ചിൽ കയറിയിട്ട് ചുമ്മാ ചില്ല് ചെയ്തിട്ട് തിരിച്ച് വണ്ടി കയറി വീട്ടിൽ പോകുന്നതായിരിക്കും. പെട്ടെന്നായിരുന്നു ബീച്ചിലോട്ട് പോകാന്നുള്ള പ്ലാൻ ഗൈസ്. അപ്പോൾ നമ്മൾ ബീച്ചിൽ പോവാണ്. മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ നനഞ്ഞ് ചെയ്യും. നോക്ക് ഗൈസ്, വാവ്, അതിമനോഹരമായ ബീച്ച് കാണൂ ഗൈസ്, കാണൂ. സോ നൈസ്, വാവ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. പരന്ന് കിടക്കുന്നു. ബജി കഴിക്കാൻ പോയി തോന്നുന്നുണ്ട് കുറേ പേര്. ഞാനും അങ്ങോട്ട് പോട്ടെ ഗൈസ്. എവിടെ ഫുഡുണ്ടോ അവിടെ ഞാനുണ്ട്. സോ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. എന്തെങ്കിലും അവർ തരുന്നുള്ള പ്രതീക്ഷയിൽ എൻ്റെ അമ്മയുടെ പോട്ടെ ഗൈസ്. അപ്പം നമ്മൾ ഉപ്പിലിട്ട മാങ്ങ മേടിച്ചു. അത് എങ്ങനെയുണ്ടെന്ന് അറിയില്ല, നോക്കട്ടെ. ഇവള് കൊള്ളു എന്നൊക്കെയാണ് പറയണത് ഗൈസ്. എങ്ങനെയുണ്ട്? മധുരം ടേസ്റ്റ് ഉണ്ടാവില്ലേ ഉപ്പ് വന്നിട്ടുണ്ടെങ്കിൽ? രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ആണോ? അമ്മ കൊല്ലൂട്ട്, അമ്മയ്ക്ക് കൊടുത്തില്ലെന്നും പറഞ്ഞു. ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ആ, മധുരം ചിലപ്പോൾ നിങ്ങൾക്ക് മധുരം വന്നോണ്ട് കുഴപ്പമില്ല ഗൈസ്. മധുരം ഉണ്ട് മാങ്ങയ്ക്ക് കുറച്ച്. മധുരത്തിന്റെ അത്രയുള്ള പുളിയില്ല. മധുരത്തിന്റെ അത്രയുള്ള ഉപ്പില്ല. അതായിരിക്കും അവർക്ക് ഇഷ്ടപ്പെടാണ്ടിരുന്നത്. എനിക്ക് കുഴപ്പമില്ല തോന്നി. എനിക്ക് മധുരം ഇഷ്ടമാണ്. അല്ല, ഇത്ര തന്നെയുള്ളത്. ആണോ? പക്ഷെ ഇതും പുറമേ കണ്ടപ്പോ കുഴപ്പമില്ല. അത് പറയണ്ടേ ഗൈസ്? നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് വേറെ മേടിക്കണം എന്നായിരുന്നു ആഗ്രഹം. ഞാൻ പറഞ്ഞിട്ടാണ് ഇത് മേടിച്ചത്. സോ ദേ ആർ ട്രാപ്ഡ്. സോറി, എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് വേണമെങ്കിൽ പോകുന്നേരത്ത് ഒന്നും മേടിക്കാം. ആ, അമ്മത്തില്ലേ? ഗൈസ്, സൂര്യനെ കാണിച്ചേട്ടെ ഗൈസ്. ദാ സൂര്യൻ. ഈ ഫോണിൽ അത്ര ക്ലിയർ അല്ല ഗൈസ്, പക്ഷെ നിങ്ങൾ കാണുവിൻ. സൂര്യനെയും കാണുക ഗൈസ്. സൂര്യൻ ഗൈസ്, അവളൊരു കവർ മേത്തിടുന്നു. ബ്യൂട്ടിഫുൾ ഗൈസ്. എൻ്റെ അനീതി ഇവിടെ കിടന്ന ഉണ്ടാക്കണം. അതായത് നോക്കൂ,
ബീച്ച് നോക്കൂ. വാവ്, പരന്ന് പരന്ന് കിടക്കുന്നു ബീച്ച്. ഭയങ്കര ബ്ലാങ്ക് ആയിട്ടിരിക്കണം. ആരും ഇറങ്ങണില്ല എന്ന് തോന്നുന്നുണ്ട് അധികം. ഈ കവർ ഏൽപ്പിച്ച് അവരങ്ങോട്ട് പോയി ഗൈസ്. എന്നെ ഒറ്റയ്ക്കാക്കി. ബ്ലഡി ഫുൾ. കവർ മേടിക്കാൻ ഞാൻ തന്നെ വേണം. ബീച്ച് അവിടെ എത്തിയിട്ട് ബാക്കി ഗൈസ്. അപ്പോൾ നമ്മൾ ബീച്ചിൽ പൊളിക്കുന്നു ഗൈസ്. നോക്കൂ, വീഡിയോ ആണ്. നല്ല രസമുണ്ട് ഗൈസ്. അധികം ചൂടില്ല, കാറ്റുണ്ട്. വെരി ഗുഡ്. ഞാൻ കളിക്കട്ടെ. ഗൈസ്, ഞാൻ വെള്ളത്തിൽ ഇറങ്ങാൻ പോകുന്നു. ഈ വെള്ളം വന്നില്ല. വരുന്നു തോന്നുന്നു. പറ്റിക്കൊന്നും അറിയില്ല. ഗൈസ്, ഞാൻ ബീച്ചിൽ കളിക്കുകയാണ് ഗൈസ്. നോക്കൂ ഗൈസ്, ഐ ആം സോ എക്സൈറ്റഡ്. സൂര്യൻ എവിടെ? സൂര്യൻ. കളിക്കാം. ഷോ വരണില്ലല്ലോ. ഓ മൈ ഗോഡ്. വരൂ 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 വരൂ. വെള്ളം വരുന്നില്ല. വെള്ളം വരുന്നില്ല ഗൈസ്. വെള്ളം ഐസ്ക്രീം കഴിക്കാൻ ഗൈസ്. ഞാൻ ബസ്സിൽ കയറാൻ പോണേ ഗൈസ്. ബസ്സിൽ കയറട്ടെ കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ ബീച്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഫുൾ വണ്ടിയിൽ ഡാൻസ്, പാട്ട്, ബഹളം, ഫുൾ ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരുന്നു. നമ്മൾ ആകെ മൊത്തം അടിച്ച് പൊളിച്ച് തകർക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് സമയം കൂടി ഉള്ളൂല്ലോ തിരിച്ചെത്താൻ. അതുകൊണ്ട് എല്ലാവരും മാക്സിമം അടിച്ച് പൊളിക്കുകയാണ്. ഇപ്പം രക്ഷയില്ല. ഞാൻ വിചാരിച്ച് എന്താ പറയുക, ബീച്ചിൽ അവിടെയൊക്കെ പോയി ഇനിയിപ്പോൾ എല്ലാവരും ടയേർഡായിട്ട് ഡാൻസ് ഒന്നും കളിക്കില്ല എന്ന് വെച്ചു. പക്ഷേ ഞാൻ വിചാരിച്ച പോലെയല്ല ഗൈസ്. എല്ലാവരും പൊളിയാണ്. എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ച് എന്താ പറയുക, ഇതുവരെ എത്തിയിട്ടില്ല. അവിടെ വീട്ടിലെത്തിയിട്ടില്ല. ഒരു 3.5 hours എടുക്കും ആലപ്പുഴയിൽ നിന്ന് ലൈക്ക് നമ്മുടെ പറവൂരെത്താനായിട്ട്. ഓൾമോസ്റ്റ് ചിലപ്പോൾ അതിലൊന്നും നേരത്തെ എത്തിയേനെ. പക്ഷേ ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഇപ്പോൾ കുറേ നേരം ബ്ലോക്കിലൊക്കെ പെട്ടിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടില്ല. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ മാക്സിമം എനിക്ക് പറ്റുന്ന പോലെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ ക്ലാരിറ്റി ഇഷ്യൂ കുറച്ച് ദിവസമായിട്ട് ഫോണിലുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോയെന്നറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നല്ല കാറ്റുണ്ട് ഗൈസ്. എൻ്റെ കണ്ണൊക്കെ ഒരുമാതിരിക്കുകയാണ്. നാളെ എനിക്കൊരു കല്യാണമുണ്ട് ഗൈസിന്. വീട്ടിൽ പോയിട്ട് വേണം കല്യാണത്തിന് പോകാനായിട്ട്. അപ്പോൾ വീഡിയോ കുഴപ്പമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ
ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഞങ്ങളെല്ലാവരും എന്താ പറയുക സഹിക്കണം ഗൈസ്. അപ്പം പിന്നെ കാണാം. ബൈ, സീ യു.